ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ തട്ടുകടയിലൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു കൊള്ളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. കൊള്ളി ബിരിയാണി അല്ലെങ്കിൽ കപ്പ ബിരിയാണി. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ 100 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കർ കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് ഒട്ടുമില്ലാത്ത പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ 100 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന്, അതായത് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബീഫ് സാധാരണ വേവിക്കണ പോലെ ഒരു 5-6 വിസിലടിച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ബീഫ് കുറച്ച് കൂടിപ്പോയതുകൊണ്ടൊന്നും ടേസ്റ്റ് കുറച്ച് കൂടേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ 100 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 5-6 വിസിലൊന്ന് വരുത്തിയിട്ടെടുക്കാം. അപ്പോൾ അതേ സമയം നമുക്ക് കൊള്ളി നല്ലതുപോലെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്രയും സൈസുള്ള ഒരു കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 300 ഗ്രാമോ 350 ഗ്രാമോ അത്രയൊക്കെ വെയിറ്റ് വരുന്ന ഒരു കൊള്ളിയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ തോല് ഒലിച്ച് കളയാൻ പറ്റും. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ മാങ്ങയുടെയൊക്കെ തോല് ചെത്തുമ്പോൾ ചെത്തി കളയില്ലേ, അതേപോലെ ചെത്തി കളയാനും മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതാ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സാധാ കൊള്ളി നുറുക്കണ പോലെ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതേപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ഉടച്ച് സ്മാഷ് ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കഷ്ണത്തിൽ റെഡിയാക്കി എടുക്കുന്നത്. കൊള്ളി കഷ്ണങ്ങളാക്കിയതിന് ശേഷം 1-2 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി നല്ല വെള്ളമൊക്കെ വാറ്റിയിട്ട് എന്ത് ചെയ്യാം, അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഈ നുറുക്കിയ കൊള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഡയറക്റ്റ് കൊള്ളി ചേർത്ത് കൊടുക്കണോണ്ടാണ് കൊള്ളി നല്ലതുപോലെ കഴുകിയെടുക്കാൻ പറയണത്. അപ്പോൾ കൊള്ളിയുടെ ആ ഒരു ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിലേക്ക് ഇടുക, നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കുക്കർ അടച്ച് വെച്ചിങ്ങായിട്ട് വേവിക്കാൻ വയ്ക്കുക. ഇനി ഒരു വിസിലോ അതിൽ കുറവോ, ഒരു വിസിൽ വരുന്നതിൽ മുന്നൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്താൽ മതി. കാരണം കൊള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. അധികമായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ വരുന്നതിന് മുന്നേ ഒരു വിസിലോ ഒക്കെ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇത്രയും നല്ലതുപോലെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല വേവായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതേ ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, കുറച്ചധികം വേണമെങ്കിൽ അധികം ചേർത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1-2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സവാള എണ്ണയൊക്കെ ഇടുന്ന അത്യാവശ്യം ഒന്ന് വാടിയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന്, അതായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 3-4 പീസ് വെളുത്തുള്ളിയും നന്നായി ചതച്ചതും അതുപോലെ തന്നെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി. കാരണം ഇനി ഇതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ കൊള്ളിയിലും മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തതാണ്. ശരിക്കും ഈ ഒരു കപ്പ ബിരിയാണിയിൽ കുറച്ച് എരിവും മുകളിലൊന്ന് നിൽക്കണം. അപ്പോൾ എന്നാലും നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 3/4 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നല്ലതുപോലെ യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളിയും ബീഫും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയും ബീഫും കൊള്ളിയും എല്ലാതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. കൊള്ളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റി പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില നല്ലതുപോലെ അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ തിന്നാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊള്ളി ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കൊള്ളി വാങ്ങുമ്പോൾ, ഇപ്പോൾ ബീഫ് വാങ്ങുമ്പോഴും കൊള്ളി വാങ്ങുമ്പോഴൊക്കെ എന്താ ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.